ചൈന ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ കൊണ്ടാണ്. ഇൻഡസ്കോസ് എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് ചൈനീസ് കോപ്പറേറ്റീവിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോപ്പറേറ്റീവ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്താണ്, അതിന്റെ ചരിത്രം എന്താണ്? അത് ജപ്പാൻ ചൈന വാർ 1936 ജപ്പാൻ ചൈന വാർ ചൈനയിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ആ ചൈനയിൽ മില്യൺസ് എന്ത് ചെയ്തു, ഈ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന മില്യൺസിന് അവരുടെ വീട്, അവരുടെ താമസ സ്ഥലം ഇതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് മിക്ക ആളുകളും റെഫ്യൂജീസ് ആയി, തൊഴിലില്ലായ്മ വർദ്ധിച്ചു അവർക്കിടയിൽ. അവരൊക്കെ തന്നെ മോസ്റ്റ് ഓഫ് ദം ആർ സ്കിൽഡ് ആയിരുന്നു എന്നുള്ളതാണ്. ആ സ്കിൽഡ് ആയിട്ടുള്ള ചൈനീസ് വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെട്ടു. ചൈനീസ് ഇൻഡസ്ട്രി എന്ത് ചെയ്തു, ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു ഈ വാർ കൊണ്ട് തന്നെ. അങ്ങനെ ഈ റെഫ്യൂജീസിന്റെ ഫ്ലോയും അതുപോലെ ഇൻഡസ്ട്രി നശിച്ചതും കാരണം ഉണ്ടായ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു യുവാവ് രംഗത്ത് വന്നു. മിസ്റ്റർ FC വ്യൂ എന്ന സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള യുവാവ്. അദ്ദേഹം ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തു ആൻഡ് ഓർഗനൈസ് ദി വർക്കേഴ്സ് ഇൻ ടു സ്മോൾ കോപ്പറേറ്റീവ് യൂണിറ്റ്. അവരൊക്കെ കൂട്ടിക്കൊണ്ട് ചെറിയ സ്മോൾ കോപ്പറേറ്റീവ് യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് സ്മോൾ വർക്ക്ഷോപ്പ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്. അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് ആരംഭിച്ചു ഗുഡ്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചൈനീസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് കുറിക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെ രാജ്യത്തിന് അർജന്റായിട്ട് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെയും വർക്കേഴ്സിനാൽ മാനേജ് ചെയ്യപ്പെടുന്നതായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വർക്കേഴ്സിനാൽ മാനേജ് ചെയ്യപ്പെടുന്ന വർക്ക്ഷോപ്പുകൾ, അതായത് ഇൻഡസ്ട്രീസ് ആരംഭിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ചൈനീസിന്റെ പ്രോഗ്രസ് തുടക്കം. ചൈന അതിന്റെ പ്രോഗ്രസിലേക്ക് എത്തി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിലൂടെ. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്? എന്താണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ ഒബ്ജക്റ്റീവ്സ്? അത് ജപ്പാനീസിന്റെ ആക്രമണത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ് നെസസറി ഐറ്റംസ് പട്ടാളക്കാർക്ക് വരെ ആവശ്യമുള്ള, സിവിലിയൻസിനും ആവശ്യമുള്ള നെസസറി സാധനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ ഇതായിട്ട് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ദെൻ രണ്ടാമത് റീകൺസ്ട്രക്ഷൻ നാഷണൽ എക്കണോമി. തകർന്നു പോയിരിക്കുന്ന എക്കണോമി എങ്ങനെയെങ്കിലും സ്മോൾ ഇൻഡസ്ട്രീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് ബേസിൽ സ്മോൾ എസ്റ്റാബ്ലിഷിലൂടെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആരംഭിക്കാനുള്ള. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന റിയലൈസേഷൻ ഓഫ് ഡോക്ടർ സൺ യാറ്റ് സെൻസ് പ്രിൻസിപ്പിൾ ഓഫ് പീപ്പിൾസ് ലിവ്ലിഹുഡ്. സൺ യാറ്റ് സെന്റെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക, അതിന്റെ പൂർണ്ണമായ അത് സ്ഥാപിക്കല്, റിയലൈസേഷൻ ഡോക്ടർ സൺ യാറ്റ് സെന്റെ പ്രിൻസിപ്പിൾസിന്റെ റിയലൈസേഷൻ. ഈ മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് വർക്കേഴ്സിന്റെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ള നിലക്ക് വർക്കേഴ്സ് അവരുടെ സ്മോൾ ഇൻഡസ്ട്രീസിലൂടെ ചൈനയുടെ എക്കണോമിയെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്തതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. എന്തൊക്കെ പ്രത്യേകതകളാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനുള്ളത്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എത്രയായിരുന്നു? 7 എന്നാണ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ ഓർഗനൈസിങ് സച്ച് കോപ്പറേറ്റീവ് വാസ് 7 members. 7 members ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് തുടങ്ങാം. മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺഡ്
to all workers, എല്ലാ വർക്കേഴ്സിനും who know the job which the society had decided to undertake. സൊസൈറ്റി ചെയ്യാൻ പോകുന്ന വർക്ക് അറിയുന്ന ആർക്കും അതിൽ മെമ്പർ ആവാം. ഓപ്പൺ ആണ് മെമ്പർഷിപ്പ്. പിന്നെയോ the conditions of membership were, മറ്റുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് പറയാം. മെമ്പർ മസ്റ്റ് ഹാവ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മെച്യൂരിറ്റി ആയിരിക്കണം എന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് ഗുഡ് ക്യാരക്ടർ ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കണം. മസ്റ്റ് ബി ഗുഡ് ക്യാരക്ടർ ആൻഡ് ഹോണസ്റ്റ് ആൻഡ് മസ്റ്റ് നോട്ട് ബി എ ബാങ്ക്രപ്റ്റ്. ഒരു ബാങ്ക്രപ്റ്റ് ആവാൻ പാടില്ല. മസ്റ്റ് റിസൈഡ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി. ഇത്രയും കാര്യങ്ങളാണ് സൊസൈറ്റിയിൽ മിനിമം മെമ്പർ ആവാൻ വേണ്ട യോഗ്യതകൾ. ആ മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്, ഏജ് ഓഫ് മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം, ഗുഡ് ക്യാരക്ടർ ഉണ്ടായിരിക്കണം, മസ്റ്റ് നോട്ട് ബി ബാങ്ക്രപ്റ്റ്, മസ്റ്റ് റിസൈഡ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഇതൊക്കെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. മെമ്പർ പർച്ചേസ് അറ്റ്ലീസ്റ്റ് 2 shares. പിന്നെ ചെയ്യേണ്ടത് ഒരു മെമ്പർ അറ്റ്ലീസ്റ്റ് 2 shares പർച്ചേസ് ചെയ്യും. ദെൻ ലാബിലിറ്റി, ലിമിറ്റഡ് ലാബിലിറ്റി ആണ് ഈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ 20 times ഓഫ് ദി വാല്യൂ ഓഫ് ഷെയർസ് ആണ്. നെക്സ്റ്റ് മാനേജ്മെന്റിന്റെ പ്രത്യേകത. മാനേജ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട്. നമ്മൾ നേരത്തെ ഒക്കെ കോപ്പറേറ്റീവ്സിന് പറഞ്ഞിട്ടുള്ള അതേ പ്രത്യേകത തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിലുള്ള. ദ മാനേജ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇതിന്റെ മാനേജ്മെന്റ്. ദെൻ പിന്നെ മെമ്പേഴ്സ് വെർ പെയ്ഡ് വേജസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിനൊക്കെ തന്നെ പെയ്ഡ് വേജസ് പെയ്ഡ് ചെയ്തിരുന്നു എന്നാണ് ഫോർ ദി വർക്ക് ഡൺ. സം സൊസൈറ്റീസ് അലൗഡ് മെമ്പേഴ്സ് ടു പ്രൊഡ്യൂസ് അറ്റ് ദെയർ ഹോം. ചിലർ എന്ത് ചെയ്തിരുന്നു, സൊസൈറ്റീസ് ടു പ്രൊഡ്യൂസ് ആർട്ടിക്കിൾസ് അറ്റ് their own home with the material supplied by them. ഒരു സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവരുടെ വീടുകളിൽ തന്നെ എന്ത് ചെയ്യുക, ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഇന്ന് കാണുന്ന ചൈനയുടെ മാറ്റങ്ങൾക്ക് കാരണം ഇതുപോലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെ ആയിരിക്കാമെന്നാണ്. ചൈനയിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ ഓരോ വീട്ടിലും ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലാണ് ഇന്ന് കാണുന്നത്. ആ വളർച്ചക്കുള്ള കാരണവും ചിലപ്പോൾ എന്തായിരിക്കാം, ഇത്തരത്തിൽ വളർന്നു വന്ന കോപ്പറേറ്റീവ്സ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് തന്നെയായിരിക്കാം. കാരണം അതായത് വീട്ടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക രീതിയിൽ ചെറുകിട സ്മോൾ സൊസൈറ്റീസ് എന്നുള്ള രീതിയിൽ സൊസൈറ്റീസ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. അത് തന്നെയായിരിക്കാം ചൈനയുടെ ചരിത്രം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റി മറിച്ചത്. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്തിരുന്ന ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആയിരുന്നു, പെയ്ഡ് ഓൺ ഷെയർസ്. ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഡിസ്കറേജ് ചെയ്തിരുന്നു എന്ന് പറയാം. നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് മെമ്പർ എത്ര 7 ആണ്. ദെൻ മെമ്പർഷിപ്പ് എന്നുള്ളത് ഓപ്പൺ ആണ്. ദെൻ സൊസൈറ്റിയുടെ കണ്ടീഷൻസ്, മറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ മെമ്പർ എന്തായിരിക്കണം, മസ്റ്റ് ബി attain the age of maturity ആയിരിക്കണം, must be good character and honest ആയിരിക്കണം, must not be a bankrupt, reside within the area of operation, member must purchase at least 2 shares. Liability limited ആയിരിക്കണം, management based on one man one vote എന്നുള്ളതായിരിക്കണം, members were paid wages for work done ആണ്, limited interest was paid on shares. സർപ്ലസ് എങ്ങനെ വീതിച്ചു കൊടുത്തു എന്നുള്ളതും കൂടി നോക്കാം. ഇവിടെ സർപ്ലസ് ഡിവൈഡ് ചെയ്തിരുന്നത് 20% ജനറൽ റിസർവ് ഫണ്ടിലേക്കും 10% കോമൺ ഗുഡ് ഫണ്ട്, ദെൻ 10% ബോണസ് ടു എംപ്ലോയീസ്, 10% ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫണ്ട്, റിമൈനിങ് ആയിട്ടുള്ളത് മെമ്പേഴ്സിന്റെ ഇടയിൽ, നോൺ മെമ്പേഴ്സിന്റെ ഇടയിൽ അവരുടെ വർക്ക് വേജിനനുസരിച്ച് വേജിന്റെ അനുപാതത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അത് 20% ജനറൽ റിസർവിൽ നിർത്തും. കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ലക്ഷ്യം ഗുഡ് അല്ലെ, കോമൺ ഗുഡ് എന്നുള്ളത് എല്ലാവരുടെയും മെച്ചത്തിന് വേണ്ടി ഉള്ള ഫണ്ട് എന്നുള്ള അർത്ഥത്തിൽ കോമൺ ഗുഡ് ഫണ്ട്, എംപ്ലോയീസിനുള്ള ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്. ഇങ്ങനെ ജനറൽ റിസർവ്, കോമൺ ഗുഡ് ഫണ്ട്, ബോണസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫണ്ട്, ഇങ്ങനെ 4
റിസർവ് ഫണ്ടുകളാണുള്ളത്. പിന്നെ റിമൈനിങ് എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. റിമൈനിങ് ആയിട്ടുള്ളത് ഡിവിഡൻഡ് ആയിട്ട് മെമ്പർഷിപ്പിന്റെ ഇടയിൽ വേജിന്റെ അനുപാതത്തിൽ മെമ്പേഴ്സിന്റെയും നോൺ മെമ്പേഴ്സിന്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നു? ദെൻ ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോന്നിലും അതിന്റെ ചരിത്രം നോക്കുമ്പോൾ അവ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഷാങ്ഹായ് പ്രൊമോഷൻ കമ്മിറ്റി in 1938 cooperatives were to be formed in 3 zones. 3 zones ആയിട്ടാണ് ഷാങ്ഹായ് പ്രൊമോഷൻ കമ്മിറ്റി എന്ത് ചെയ്തത്? ഇവയെ കോപ്പറേറ്റീവ്സിൽ തിരിച്ചത്. ആ 3 zones എന്ന് പറയുന്നത് സ്മോളർ യൂണിറ്റ്സ് ഇൻ ഫൈറ്റിംഗ് ഏരിയ, മിഡിൽ സോണിൽ പെർമനന്റ് യൂണിറ്റ്, ദെൻ അത് ലൈറ്റ് മെഷീൻ ടൂൾസ് ഒക്കെ ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ട്, ദെൻ ലാർജ് സോൺ ഹെവി മെഷീനറീസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ലാർജ് സോൺ എന്നുള്ള രീതിയിൽ 3 സോൺസ് ആയിട്ടാണ് തിരിച്ചിരുന്നത്. മറ്റുള്ള സോൺസിൽ ആവശ്യമായിട്ടുള്ള മെഷീൻസ് സപ്ലൈ ചെയ്യുന്നത് മറ്റുള്ള മെഷീൻസും ഇന്റീരിയർ ടു സപ്ലൈ മെഷീൻസ് ആൻഡ് അതർ എസെൻഷ്യൽസ് ഫോർ ദി അതർ 2 സോൺസ്. മെഷീൻസും മറ്റും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് സോൺസ് ഉണ്ടായിരുന്നു. മിഡിൽ സോൺസ്, ലാർജ് സോൺ ആൻഡ് സ്മോളർ യൂണിറ്റ് ഇൻ ഫൈറ്റിംഗ് ഏരിയ 3 സോൺസ് ആയിട്ടാണ് തിരിച്ചിരുന്നത്. ദെൻ ഇതിന് പുറമെ 1942 ശേഷം സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 7 റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് രൂപം കൊടുത്തു. 4 ഡിപ്പാർട്ട്മെന്റ് ആയി ഗവൺമെന്റ് ഭാഗത്ത്, അതായത് ചാങ് കിങ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പുറമെ അതിനു വേണ്ട സപ്പോർട്ട് എന്നുള്ള നിലക്ക് ഒരു 4 ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്തു. ഫീൽഡ് വർക്ക്, പ്രൊമോഷൻ, ഫിനാൻസ്, സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഈ കോപ്പറേറ്റീവ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്നുള്ളതൊക്കെ ഓർഗനൈസ് ചെയ്തു. അതിന്റെ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് ഡിപ്പാർട്ട്മെന്റ്സും അതേപോലെ തന്നെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സും സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സും രൂപം കൊടുത്തു. ഇതൊക്കെ വളരെ അവരുടെ വളർച്ചയ്ക്ക് എന്ത് ചെയ്തു? വളരെ സഹായകരമായി. ഡിപ്പോസ് ഡിസ്ട്രിക്ട് ലെവലിൽ ഡിപ്പോസ് സ്ഥാപിച്ചു. അതും അതിന്റെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ പ്രൊമോഷൻ എന്ത് ചെയ്തു? ഒരുപാട് സഹായം ചെയ്തു. അതായത് ആഫ്റ്റർ 1942 സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 7 റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സും 4 ഡിപ്പാർട്ട്മെന്റ്സ് ഫീൽഡ് വർക്കിന്, പ്രൊമോഷന്, ഫിനാൻസ്, സെക്രട്ടേറിയറ്റ് എന്നുള്ള രീതിയിൽ. അതിന് പുറമെ ഡിപ്പോസ് ഉണ്ടാക്കി ഡിസ്ട്രിക്ട് ലെവലിൽ. ഇതൊക്കെ പ്രൊമോഷൻ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ പ്രൊമോഷന് കാരണമായി. ഇൻഡസ്ട്രിയൽ കോപ്പറേഷന്റെ പ്രൊമോഷന് മറ്റൊരു കാരണം കൂടി ഉണ്ടായി. ഫെഡറേഷൻസ് ആണ്. പ്രൈമറി സൊസൈറ്റീസ് ഒക്കെ their own purchase raw materials and sold their finished products in the beginning. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് afterwards the society belongs to same locality എന്ത് ചെയ്തു? ഇൻഡസ്ട്രീസ് ഓർഗനൈസ് their unions and joint purchasing, joint sales. ഇതാണ് ജോയിന്റ് പർച്ചേസും ജോയിന്റ് സെയിൽസും ആണ് അവരുടെ നേട്ടം. ജോയിന്റ് പർച്ചേസും ജോയിന്റ് സെയിൽസും ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ ഫെഡറേഷൻസ് അവർ ആരംഭിച്ചു. ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ ഫെഡറേഷൻസ് തുടക്കം കുറിച്ചു. അങ്ങനെ ഡിസ്ട്രിക്ട് റീജിയണൽ ഫെഡറേഷൻ ശേഷം ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് 1950 രൂപം കൊടുത്തു. ദ ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്, അതായത് മൊത്തം ചൈനയിലുള്ള എല്ലാ കോപ്പറേറ്റീവ്സിനെയും ഒന്നിച്ച് ഒരൊറ്റ ഓർഗനൈസേഷന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് രൂപം കൊടുത്തു 1950. പിന്നീട് ഒരു തളർച്ചയുടെ ഘട്ടമാണ്. അത് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചൈന 1958 കൊണ്ടുവന്നൊരു ക്യാമ്പയിന്. അതായത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ക്യാമ്പയിൻ ആയിരുന്നു ചൈനയുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നുള്ളത്. ഈ
ക്യാമ്പയിൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്തു, ഒരു ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസീസ് ഒക്കെ ആരംഭം കുറിച്ചു. അവരൊക്കെ $10,000 അങ്ങനെയുള്ള കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തു, വോണ്ടപ്പ് ചെയ്തു. 20,000 എന്ത് ചെയ്തു, ലിക്വിഡേറ്റ് ചെയ്തു അവരുടെ ഈ കൾച്ചർ റവല്യൂഷന്റെ സമയത്ത്. അതേപോലെ തന്നെ എന്ത് ചെയ്തു, പല സൊസൈറ്റീസും were taken over by state enterprises. സ്റ്റേറ്റ് എന്റർപ്രൈസസ് ടേക്കൺ ഓവർ ചെയ്തു. സ്റ്റേറ്റിന്റെ, അതായത് അവരുടെ സ്വന്തം ഓട്ടോണമി നഷ്ടപ്പെട്ട് സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളായി മാറി. അതോടുകൂടി ഫെഡറേഷൻ അബോളിഷ് ചെയ്തു, അവരുടെ ഓട്ടോണമി ലോസ്റ്റ് ചെയ്തു. ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, ഫുൾ കൺട്രോൾ ഓഫ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസിന്റെ കൺട്രോളിലേക്ക് മാറി. പൊളിറ്റിക്കലൈസ് ചെയ്തു. അപ്പോയിന്റ്മെന്റ്സ് അറ്റ് ഹയർ ലെവൽസ് ഒക്കെ അപ്പം നടക്കുന്നത് പൊളിറ്റിക്കലൈസേഷന്റെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകളൊക്കെ നിയമിക്കുന്ന ഒരു രീതി വന്നു. വേജസ്, സാലറി ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയി മാറി. പിന്നീട് 1978 കൂടി വീണ്ടും ഇതിനൊന്ന് റിവേഴ്സ് അടിച്ചു. അത് തിരിച്ചു വന്നു. റിവേഴ്സ് പൊസിഷനിലേക്ക് വന്ന എങ്ങനെയാന്ന് വെച്ചാൽ, സെൻട്രൽ കമ്മിറ്റി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഡെമോക്രാറ്റിക് ക്യാരക്ടർ എന്ത് ചെയ്തു, അവർ റീസ്റ്റോർ ചെയ്തു. അങ്ങനെ ഡെമോക്രാറ്റിക് ക്യാരക്ടർ റീസ്റ്റോർ ചെയ്തതോടുകൂടി തന്നെ സ്റ്റേറ്റ് ഒഫീഷ്യൽസിനൊക്കെ ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടായിരുന്ന പൂർണ്ണമായ അധികാരത്തിൽ നിന്നും വിഡ്രോ ചെയ്തു. ഡിസിഷൻ എന്ത് ചെയ്തു, അവര് കോപ്പറേറ്റീവ്സിന് അവരുടെ ഓട്ടോണമി പുനഃസ്ഥാപിക്കുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ കോപ്പറേറ്റീവ്സിന്റെ ഓട്ടോണമി പുനഃസ്ഥാപിച്ചതോടുകൂടി 62,000 ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് 62,000 ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് നിലവിൽ വരികയും അവയെ ക്ലോത്തിങ്, പ്ലാസ്റ്റിക്, സ്റ്റേഷനറി, ലെതർ, ഹാർഡ്വെയർ, ടോയ്സ്, ക്രാഫ്റ്റ് ഇതൊക്കെ എന്ത് ചെയ്തു, കൈകാര്യം ചെയ്യാൻ തുടങ്ങി. വർക്കേഴ്സ് ജനറലി എന്തായിരുന്നു, അവർ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ് തന്നെയായിരുന്നു. കോപ്പറേറ്റീവ്സ് അവരുടെ ഫെഡറേഷൻസും പുനഃസ്ഥാപിച്ചു. അതായത് നാഷണൽ ലെവൽ, പ്രൊവിൻഷ്യൽ ലെവൽ ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ, കൺട്രി ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, പ്രൊവിൻഷ്യൽ ലെവൽ, എല്ലാ ഫെഡറേഷൻസും പുനഃസ്ഥാപിക്കുകയുണ്ടായി. ഇത്രയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും കോപ്പറേറ്റീവ് മൂവ്മെന്റും ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സും. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ അവിടെ നടത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. രണ്ട് ചരിത്രം പറഞ്ഞു. രണ്ട് ചരിത്രത്തിൽ നമ്മൾ പറയുന്നത്, ഒന്ന് ലീഫ് ഫോർവേഡിന്റെ കാലഘട്ടം, അന്ന് കോപ്പറേറ്റീവ്സ് ഒക്കെ വൂണ്ടപ്പ് ചെയ്ത് പിരിച്ചു വിട്ട് എല്ലാം അടിച്ചുപൂട്ടുന്ന ഒരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്റർപ്രൈസസ് ആയി മാറുന്ന അവസ്ഥയിലേക്കാണ്. അവരുടെ ഓട്ടോണമി നഷ്ടപ്പെടാണ്. അവിടെ പൂർണ്ണമായി ഓട്ടോണമി ഉള്ള സ്ഥാപനമാണ് കോപ്പറേറ്റീവ്സ്. ഈ ഓട്ടോണമി നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ പിന്നീട് അവർക്ക് വിലയില്ലാതാവുന്നുണ്ട്. കോപ്പറേറ്റീവ്സിന്റെ രണ്ടാമത്തെ ഘട്ടം 1978 റിവേഴ്സ് ചെയ്തു. അവിടെ എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. 62,000 ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യപ്പെട്ടു, പുനഃസ്ഥാപിക്കപ്പെട്ടു. അത്തരം കോപ്പറേറ്റീവ്സിന്റെ തന്നെ ഫെഡറേഷൻസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. രണ്ട് ചരിത്രമുണ്ട്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഡെമോക്രാറ്റിക് ക്യാരക്ടർ എന്ത് ചെയ്തു, റീസ്റ്റോർ ചെയ്യാനുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനീസ് കമ്മ്യൂണിറ്റി പാർട്ടിയുടെ ആ റീസ്റ്റോറേഷനിലൂടെ അവർക്ക് 62,000 ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് ഉണ്ടാവുകയും കോപ്പറേറ്റീവ്സ് അവയുടെ ഫെഡറേഷൻസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് തുടക്കം കുറിച്ച് ചൈന ജപ്പാൻ വാറായിരുന്നു എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രി ഡിസ്ട്രോയ് ചെയ്തു. ആളുകൾക്കിടയിൽ തൊഴിലില്ലായ്മ ഉണ്ടായി, റെഫ്യൂജീസ് ആയി മാറി. റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾ, വർക്കേഴ്സ്, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി FCVU എന്ന ആള്
ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് തുടക്കം കുറിച്ചു. അതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ആ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് നമ്മൾ ചൈനീസിന്റെ പ്രോഗ്രസ് ആയിട്ട് എണ്ണുന്ന ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇന്നതായിരുന്നു: ജപ്പാനീസിന്റെ അഗ്രഷൻ, അതേപോലെ തന്നെ നാഷണൽ എക്കണോമി റീകൺസ്ട്രക്ട് ചെയ്യുക, then daughters and yards and principles, then ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞു. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഇത്രയും വേണം, മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്, മെച്ചൂരിറ്റി ഉണ്ടായിരിക്കണം, ഗുഡ് ക്യാരക്ടർ ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കണം, മസ്റ്റ് നോട്ട് ബി ബാങ്ക്രപ്റ്റ്, മസ്റ്റ് റിസൈഡ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ, must purchase at least 2 shares, liability limited ആണ്, management was based on the principle of one man one vote, members were paid wages for work done, then limited interest was paid, dividend discourage ചെയ്തിരുന്നു, സർപ്ലസ് ഇങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. then ഷാങ്ഹായ് പ്രൊമോഷൻ കമ്മിറ്റി അവ 3 zones ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. then 1942 ശേഷം സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടുത്തെ രാജാവായിരുന്നത് ചാങ് കിങ് എന്ന് പറഞ്ഞ ആള്, ഗവൺമെന്റ് ചാങ്കിങ്ങിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്തു, സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 7 റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സും അതുപോലെ 4 ഡിപ്പാർട്ട്മെന്റ്സും സ്ഥാപിച്ചു, ഡിപ്പോസ് സ്ഥാപിച്ചിട്ട് ഡിസ്ട്രിക്ട് ലെവലില്. ഫെഡറേഷൻസ് ഫോം ചെയ്തു, പ്രൈമറി സൊസൈറ്റീസ്, യൂണിയൻ, ഡിസ്ട്രിക്ട്, റീജിയണൽ ഫെഡറേഷൻ, ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് 1958 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ക്യാമ്പയിന് അഗൈൻസ്റ്റ് ഇത് ക്യാപിറ്റലിസ്റ്റിലേക്ക് മാറി. 10,000 വൂണ്ടപ്പ് ചെയ്തു, 20,000 ലിക്വിഡേറ്റ് ചെയ്തു. മെനി വേർ ടേക്കൺ ഓവർ, സ്റ്റേറ്റ് എന്റർപ്രൈസ് ആയി മാറി. ഫെഡറേഷൻ അബോളിഷ് ചെയ്തു. ലോസ്റ്റ് ഓട്ടോണമി, പൊളിറ്റിക്കലൈസേഷൻ സംഭവിച്ചു. അപ്പോയിന്റ്മെന്റ് ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്ന രീതിയിലേക്ക് വന്നു. 1978 റിവേഴ്സ് ചെയ്തു. 62,000 ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് നിലവിൽ വന്നു. ഹാൻഡിക്രാഫ്റ്റ് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് കൺട്രോൾ ആയിരുന്നത് തിരിച്ച് കോപ്പറേറ്റീവ്സിലേക്ക് തന്നെ വന്നു. കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻസ് ഉണ്ടാക്കി. ഇത്രയാണ് ഇന്നത്തെ കോപ്പറേറ്റീവ്സ് ആൻഡ് ചൈന എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.